എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് നമുക്ക് പറ്റാവുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. സാമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 7 വിലകൾ അടങ്ങിയ ഒരു സമഷ്ടിയിൽ നിന്നും വലിപ്പം 3 ആയ സാമ്പിളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സാധ്യമായ സാമ്പിളുകളുടെ എണ്ണം എത്ര? എന്താണ് വരിക? 7 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുക്കുകയാണ് അല്ലെ? അപ്പോൾ അതിൽ സാധ്യമായ സാമ്പിളുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? 7c3 ആണ് അല്ലെ? 7c3 എങ്ങനെ കണ്ടുപിടിക്കുക? 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 7 മൈനസ് 3 ഫാക്ടോറിയൽ, അതായത് 4 ഫാക്ടോറിയൽ വരും അല്ലെ? അപ്പൊ ഇവിടെ എന്താ വരിക? 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എങ്ങനെ എഴുതുക? 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് എഴുതിയൂടെ? ഇനി 7 മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ ആണ് അല്ലെ? അപ്പൊ ഈ 7 ഫാക്ടോറിയലിനെ ഞാൻ തിരിച്ചെഴുതാൻ പോവാണ്. 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഈ 4 ഫാക്ടോറിയലും ഈ 4 ഫാക്ടോറിയലും നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? പിന്നെ 2 ഇൻറ്റു 3 എത്രയാണ്? 6. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്തില്ലേ? 7 ഇൻറ്റു 5 ആണ് അപ്പൊ ആൻസർ. അപ്പൊ ഏതാണ്? 35 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരുവിധം ചോദിക്കുന്നതാണ്. അത് കാരണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കണം. ഒരു പരികൽപ്പനാ പരീക്ഷണത്തിലൂടെ തെറ്റായ അസാധു പരികൽപ്പനയെ സ്വീകരിക്കാൻ എടുക്കുന്ന തീരുമാനം. അതായത് 2 തരം എററാണ് നമ്മൾ പഠിക്കാൻ പോണത്. ടൈപ്പ് 1 എററും ഉണ്ട്, ടൈപ്പ് 2 എററും ഉണ്ട്. അപ്പൊ ഇവിടെ ട്രൂവും ഫോൾസും എഴുതുക. ഇനി ഇവിടെ റിജക്ഷൻ, ഇവിടെ എന്താണ്? താഴെ ആക്സെപ്റ്റൻസ്. അപ്പൊ എന്താണ് ഈ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ? അതായത് ട്രൂ ആയിട്ടുള്ള ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യണതാണ് ഏതെന്ന് പറയുന്നത്? ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഇനി തെറ്റായിട്ടുള്ളതിനെ ആക്സെപ്റ്റ് ചെയ്തതിനെയാണ് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് 1 എററും ഉണ്ട്, ടൈപ്പ് 2 എററും ഉണ്ട്. ഇനി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? തെറ്റായ അസാധു പരികൽപ്പനയെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം. അതായത് തെറ്റായിട്ടുള്ളതിനെ ഫോൾസ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ ഏത് എററാണ്? ടൈപ്പ് 2 എററാണ്. അപ്പൊ തരം 2 പിശക് എന്നുള്ളതാണ് ഓപ്ഷൻ ആയിട്ട്. രണ്ടാമത്തെയാണ് ഓപ്ഷൻ, അതായത് ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരുവിധം ചോദിക്കുന്നതാണ് കേട്ടോ. ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. ഇനി തരം 1 പിശക് സംഭവിക്കുന്നതിനുള്ള സംഭാവ്യത കൂടിയ വിലയാണ്. സംഭാവ്യതയുടെ കൂടിയ വില, അതായത് സ്വീകാര്യ മേഖല, തിരസ്കരണ മേഖല, പരീക്ഷണ ക്ഷമത, സാർത്ഥക തലം. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും. നോക്കാം. സ്വീകാര്യ മേഖല എന്ന് പറയുന്നത് എന്താണ്? ആക്സെപ്റ്റൻസ് റീജിയൻ ആണ്. ആക്സെപ്റ്റൻസ് റീജിയൻ അല്ലെ? ഇനി തിരസ്കരണം എന്ന് പറഞ്ഞാലോ റിജക്ഷൻ മേഖലയാണ് അല്ലെ? റിജക്ഷൻ റീജിയൻ. ഇനി എന്താണ്? പരീക്ഷണ ക്ഷമത. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റബിലിറ്റി. ഇനി സാർത്ഥക തലം എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നിഫിക്കൻസ് ലെവൽ. അപ്പൊ നമുക്കറിയാം ഈ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുന്നത് റോങ് ഡിസിഷൻ എടുക്കുക അല്ലെ? നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുമ്പോൾ റോങ് ഡിസിഷൻ എടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം, ഇവിടെ ട്രൂവും ഇവിടെ ഫോൾസും, ഇവിടെ എന്താണ്? റിജക്ഷനും, ഇവിടെ ആക്സെപ്റ്റൻസും അല്ലെ? അപ്പൊ ഞാനിപ്പോ എന്താ പറഞ്ഞ? സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റോങ് ഡിസിഷൻ എടുക്കുക. എപ്പോ? ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുമ്പോൾ റിജക്റ്റ് ചെയ്യുക. അപ്പൊ ഏതാണ് വരിക?
ടൈപ്പ് 1 എറർ അല്ലേ വരിക. അപ്പൊ ടൈപ്പ് 1 എറർ ന്റെ സംഭാവ്യത കൂടിയ വില എവിടെയാണ് വരിക? സാർത്ഥക തലത്തിലാണ് വരിക. അതായത് നമുക്ക് ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കുക, പക്ഷെ റിജക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാരാമീറ്ററിനെ കുറിച്ച് സാമ്പിളിൽ ലഭ്യമാക്കിയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നൽകുവാൻ സാധിക്കുന്ന ഘടകമാണ് ഏത് ആണ്? പര്യാപ്ത ഘടകം. പര്യാപ്ത ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുതകളും നൽകുവാൻ സാധിക്കുക. ഇനി ഇതും കൂടി നോക്കാം. നിഷ്പക്ഷ ഘടകം എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് എന്നുള്ളതാണ് കേട്ടോ. അൺബയാസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരിക? സഫിഷ്യന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ്. സ്ഥിരനില ഘടകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ്. ക്ഷമതാ ഘടകം. അപ്പൊ ഇതില് ആൻസർ ആയിട്ട് നമുക്ക് വരിക പര്യാപ്ത ഘടകം എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.